ഫിലിം ഗാരേജിന്റെ ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ആദ്യത്തേത് ഷാറുഖ് ഖാന്റെ ഡങ്കിയാണ്. രാജ്കുമാർ ഹിറാനി സംവിധാനം ചെയ്ത സിനിമയുടെ 13 ദിവസത്തെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പതിവ് പോലെ ഇന്നും പുറത്തു വന്നിരിക്കുകയാണ്. 12 ദിവസത്തെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 400 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇന്നലെ മാത്രം 9 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്തതോടെ 409 കോടി 89 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. മികച്ച കളക്ഷൻ നേടിയെടുത്ത സിനിമ ഷാറുഖ് ഖാന്റെ 2023 ഹാട്രിക് വിജയം നേടിയെടുക്കുന്ന സിനിമയായിട്ട് മാറിയിരിക്കുകയാണ്. 2023 SRKയുടെ വമ്പൻ തിരിച്ചുവരവിനാണല്ലോ ഇന്ത്യൻ ബോക്സ് ഓഫീസ് സാക്ഷ്യം വഹിച്ചത്. 3 സിനിമകളിലൂടെ 2600 കോടി രൂപയ്ക്ക് മുകളിലാണ് ഇതുവരെ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. ഡങ്കിയുടെ കളക്ഷൻ ഏതറ്റം വരെ പോകുമെന്ന് ഇനിയും ഉറപ്പാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതേസമയം 2023 ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത ഇന്ത്യൻ സിനിമയായ ജവാന്റെ റെക്കോർഡ് നിലനിൽക്കും എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. ഒരു സമയത്ത് ജവാനെല്ലാം തന്നെ സലാറിന്റെ ഫൈനൽ കളക്ഷൻ തീർക്കുമെന്നൊക്കെ നാം കരുതിയെങ്കിൽ പോലും, റിലീസിന് മുന്നേ കരുതിയെങ്കിൽ പോലും, ഇപ്പോഴത്തെ സലാറിന്റെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ 1000 കോടിയിലേക്ക് പോലും സലാർ എത്തുമോ എന്നാണ് നാം സംശയിക്കുന്നത്. പ്രഭാസ് നായകനെത്തിയ ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച സലാർ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ 12 ദിവസത്തെ വേൾഡ് വൈഡ് കണക്കുകൾ പുറത്തു വരുമ്പോൾ 650 കോടിയോളം റിവ്യൂയിലേക്ക് സിനിമ എത്തപ്പെട്ടു എന്നാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസ് ട്രാക്കേഴ്സ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കളക്ഷൻ ആകെ മൊത്തത്തിൽ മികച്ചൊരു കളക്ഷൻ എന്നൊക്കെ പറയാമെങ്കിൽ പോലും 1000 കോടിക്ക് മുകളിലെല്ലാം തന്നെ പ്രതീക്ഷ സിനിമയാണ് സലാർ. പൊങ്കൽ സംക്രാന്തിക്ക് ഏകദേശം ഒരാഴ്ച ബാക്കിയുണ്ട്. ഈ ഒരാഴ്ച കൂടി സലാർ എന്ന സിനിമ എത്ര കോടി നേടിയെടുക്കുന്നുവോ അതായിരിക്കും സിനിമയുടെ ഫൈനൽ കളക്ഷൻ എന്ന് ഉറപ്പിക്കാം. അടുത്ത ഒരാഴ്ച കൊണ്ട് ഇപ്പോൾ 650 കോടിയിലേക്ക് അടുത്ത സലാർ എന്ന സിനിമ 1000 കോടി കളക്ഷൻ നേടിയെടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും ജവാൻ തന്നെയാണ് നമ്മുടെ നിലവിലെ ഒരു നിരീക്ഷണത്തിൽ 2023 ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത ഇന്ത്യൻ സിനിമ. ക്രിസ്മസ് വിന്നറായിട്ട് കേരള ബോക്സ് ഓഫീസിൽ മാറിയ ഒരു ലോ ബഡ്ജറ്റ് കൊച്ചു സിനിമയാണല്ലോ ലാലേട്ടൻ നായകനെത്തിയ ജിത്തു ജോസഫിന്റെ നീര്. സിനിമ 14ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ പ്രധാനപ്പെട്ട അവധി ദിവസങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിരിക്കുകയാണ്. ഇട ദിവസത്തിലേക്ക് സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ കേരള ട്രാക്കിംഗും എസ്റ്റിമേറ്റ് കളക്ഷൻ എല്ലാം തന്നെ ഒരുപാട് പ്രേക്ഷകർ അറിയാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. പ്രതീക്ഷിച്ച പോലെ ഇന്ന് പകൽ സമയങ്ങളിലെ ഷോസ് എല്ലാം തന്നെ നല്ല രീതിയിൽ കളക്ഷൻ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇന്ന് രാത്രിയെല്ലാം തന്നെ വീണ്ടും സിനിമ പഴയ പ്രതാപത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 1,32,00,000 ഇന്നലെ ഇതേ സമയം ട്രാക്കിംഗ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇന്ന് 56 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നും സിനിമയ്ക്ക് 1 കോടിക്ക് അടുത്തതല്ലെങ്കിൽ 1 കോടിക്ക് മുകളിലെല്ലാം തന്നെ ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തോടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 40 കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ നേടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം വേൾഡ് വൈഡ് കളക്ഷൻ 73 കോടി രൂപയ്ക്ക് മുകളിലേക്കും എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യ ദിവസം മുതൽ തന്നെ വമ്പൻ കളക്ഷനുള്ള ലാലേട്ടന്റെ ഫോർട്ട് കൂടിയ തൃശൂർ രാഗം തിയേറ്റർ ഇന്ന് പ്രവർത്തിച്ചിരുന്നില്ല. അവിടെ കൂടി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നാം കേട്ടതിനേക്കാൾ കൂടുതൽ കളക്ഷൻ ഇന്ന് സിനിമ നേടിയെടുത്തേനെ. എന്തായാലും അടുത്ത ദിവസങ്ങളിലെ കൂടുതൽ നേരെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായിട്ട് ആകാംക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കൂ.